മുതലാര് രക്തക്കുറവാണ്, അതുമൂലം ക്ഷീണമാണ്, തളർച്ചയാണ്, രോഗമാണെന്നൊന്നും പറയല്ലേ. ഈ ചീര കഴിച്ചാൽ മതി, ഇഷ്ടംപോലെ രക്തം ഉണ്ടായിക്കോളും. ഇത് നട്ട് കുറേ പാകി പറിച്ച് നടണമെന്ന് കഷ്ടപ്പെടണമെന്നൊന്നും വേണ്ട കേട്ടോ. ഒരു 3 ചട്ടിക്കകത്ത് അല്ലെ 3 പോട്ടിനകത്ത് 3 തൈ നട്ടാൽ മാത്രം മതി. 3 ചീരത്തൈ ഇതാ ഇതേപോലെ 3 തൈ നടുക. ഇത് ആദ്യം തന്നെ അത് നുള്ളി അതിനെ കൊല്ലരുത്. ഒരു സമയം കൊടുക്കണം. അതിന് കുറച്ച് പൊട്ടിക്കിളിർത്ത് അതിന് കുറച്ച് ആരോഗ്യം വരാനും അതിന് കുറച്ച് ശക്തി കിട്ടാനൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ കുറേ ശാഖകൾ വരുമ്പോൾ ഓരോന്നേ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ ധാരാളം ചീര കിട്ടും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും തോരൻ വെച്ചിട്ടോ പരിപ്പിലിട്ടിട്ടോ അല്ലെങ്കിൽ താളിച്ചിട്ടോ ജ്യൂസായിട്ടോ പുട്ടിലോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇതേപോലെ നട്ടാൽ മതി. ഇതിൻ്റെ കടയ്ക്ക് വണ്ണം വെച്ചതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ ഈ ചീര നുള്ളാൻ പാടുള്ളൂ. വണ്ണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂക്കാൻ നിൽക്കരുത്. പൂത്ത് കായൊക്കെ ആയിക്കഴിഞ്ഞാൽ ചീര പിന്നെ നശിച്ചു പോകും. അതിന് മുമ്പായിട്ട് നമ്മളതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചെടുത്താൽ മതി. ധാരാളം ചീര നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് കിട്ടും. ഇതേപോലെ നട്ടാൽ മതി കേട്ടോ. എല്ലാവരും പെട്ടെന്ന് നുള്ളരുതേ.